നമുക്ക് പന്തളത്തേക്കൊന്ന് പോകാം. പന്തളത്തിൽ ട്രാവലറിൽ BJP ചില ആൾക്കാരെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റാരെയുമല്ല, പന്തളത്തെ കൗൺസിലർമാരെ, പന്തളം നഗരസഭയിലെ കൗൺസിലർമാരെ ട്രാവലറിൽ എത്തിച്ചിരിക്കുകയാണ് BJPയുടെ ജില്ലാ നേതൃത്വം. ഇന്ന് നഗരസഭാ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ ബസ്സിൽ കൊണ്ടുവരുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പ്രവീൺ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ, എന്താണ് മുഴുവൻ കൗൺസിലർമാരെയും BJP ഇപ്പോൾ ട്രാവലറിൽ എത്തിച്ചിരിക്കുന്നത്? നമ്മൾ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിയമസഭയിലൊക്കെ MLA മാരെ കൊണ്ടുവരുന്ന പോലെയാണല്ലോ. എന്താ സംഭവം? അതെ അരുൺ, അല്പസമയം മുമ്പ് ഒരു ട്രാവലറിലാണ് പന്തളം നഗരസഭയിലെ BJP കൗൺസിലർമാരെ നഗരസഭ കാര്യാലയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നഗരസഭ അധ്യക്ഷൻ, ഒപ്പം തന്നെ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. BJPക്ക് 18 അംഗങ്ങളാണുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ BJPക്കകത്ത് തന്നെയുള്ള തർക്കങ്ങളെ തുടർന്ന് നിലവിലെ നഗരസഭാ അധ്യക്ഷനും ഉപാധ്യക്ഷനും രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ BJPയുടെ ഭരണം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി UDFും LDFും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സവിശേഷ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് വീണ്ടും ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. BJPയുടെ ജില്ലാ നേതൃത്വം ഇടപെട്ട് മുഴുവൻ BJP കൗൺസിലർമാരെയും ഒരു ട്രാവലറിലാണ് പന്തളം നഗരസഭാ കാര്യാലയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ നഗരസഭാ അധ്യക്ഷന്റെയും ഒപ്പം തന്നെ ഉപാധ്യക്ഷന്റെയും തെരഞ്ഞെടുപ്പ് നടക്കും. BJP ജില്ലാ പ്രസിഡന്റ് VS സൂരജ് തന്നെ നമ്മോടൊപ്പമുണ്ട്. ഇതൊരു എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൗൺസിലർമാരെ തന്നെ ഭയക്കുന്നുണ്ടോ? ഞങ്ങൾക്കൊരു ഭയപ്പാടില്ല. ഞങ്ങൾ ആദ്യമേ തൊട്ട് തന്നെ പറഞ്ഞത് ഞങ്ങളുടെ 18 കൗൺസിലർമാർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്നായിരുന്നു. എന്നിട്ട് ഇവിടെ മറ്റുള്ളവരാണ് LDFും UDFും ആണ് പറഞ്ഞത് ഞങ്ങൾക്ക് ചോർച്ച ഉണ്ടാകുമെന്നുള്ളത്. ഞങ്ങൾക്കൊരു ചോർച്ചയും ഇല്ല. ഞങ്ങളുടെ 18 കൗൺസിലർമാരും ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നഗരസഭാ കൗൺസിലർ, BJPയുടെ കൗൺസിലർ KV പ്രഭ, അത് പാർട്ടിക്കെതിരായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിയതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിരുന്നല്ലോ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും. ആ KV പ്രഭയുടെ പിന്തുണ നിങ്ങൾക്ക് കിട്ടുമോ ഇന്ന്? പാർട്ടിയുടെ KV പ്രഭയടക്കം 18 കൗൺസിലർമാർ ഒന്നിച്ചാണ് ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പാർട്ടിയോടെ പോകണ്ടാവും. നിങ്ങൾ ചെയർമാൻ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് ആര് വരാനാണ് സാധ്യത? ഞങ്ങൾ പാർട്ടി വിപ്പ് നൽകിയിട്ടുണ്ട്. ചെയർമാനെ സംബന്ധിച്ചിടത്തോളം ചെയർമാൻ സ്ഥാനത്തേക്ക് ഞങ്ങൾ അച്ചൻകുഞ്ഞ് ജോണിനെ ചെയർമാനായിട്ടും വൈസ് ചെയർപേഴ്സണായിട്ട് ശ്രീമതി U രമ്യയെയാണ് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇവർ രണ്ടുപേരും തെരഞ്ഞെടുക്കപ്പെടും. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങളുടെ കൗൺസിലർമാരല്ലാതെ ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കും. അതായത് LDFിൽ നിന്നും UDFിൽ നിന്നും കൗൺസിലർമാരുടെ പിന്തുണ നിങ്ങൾക്ക് കിട്ടും. ഒരു സ്വതന്ത്രനുമുണ്ട്. ഞങ്ങൾക്ക് നല്ല പിന്തുണ ഉണ്ടാവും. ഞങ്ങളുടെ കൗൺസിലർമാരല്ലാതെ ഞങ്ങൾക്ക് വെളിയിൽ നിന്നും നല്ല പിന്തുണ ഉണ്ടാവും. KV പ്രഭയല്ലാതെ മറ്റ് 2 BJP കൗൺസിലർമാർ കൂടി BJP നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നില്ല. ആ രണ്ടുപേരുടെ പിന്തുണ നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടോ? BJPയുടെ 18 കൗൺസിലർമാർ ഒറ്റക്കെട്ടാണ്. അവർ അല്ലെന്നും പറഞ്ഞ് ഇവിടെ പ്രതികരണം നടത്തിയിട്ടുള്ള LDFും UDFും ആണ് ഇപ്പോൾ നാണം കെടാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളുടെ 18 കൗൺസിലർമാരും ഒറ്റക്കെട്ടാണ്. അവരിൽ നിന്ന് ചോർച്ച ഉണ്ടാകാതെ അവർ നോക്കിയാൽ മതി. ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അരുൺ, BJP ജില്ലാ പ്രസിഡന്റ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇന്ന് നടക്കുന്ന നഗരസഭാ അധ്യക്ഷനൊപ്പം തന്നെ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുമെന്ന് തന്നെ BJP ജില്ലാ പ്രസിഡന്റ് ഉറപ്പിച്ചു പറയുന്നു. നേരത്തെ KV പ്രഭ BJPയുടെ കൗൺസിലറായിരുന്നു. ചില നീക്കങ്ങളൊക്കെ നീക്കങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ എത്ര പേരുടെ പിന്തുണ വേണം കൗൺസിലറാവാൻ? LDFിന്റെയും UDFിന്റെയും സീറ്റ് പൊസിഷൻ എങ്ങനെയാ പന്തളത്ത്? പന്തളം നഗരസഭയിൽ BJPക്ക് 18 അംഗങ്ങളുണ്ട്. LDFിന് 9 അംഗങ്ങൾ, ഒപ്പം തന്നെ UDFിന് 5 അംഗങ്ങൾ. അങ്ങനെയാണ് ഇവിടുത്തെ അംഗങ്ങളുടെ എണ്ണം. ഒപ്പം തന്നെ ഒരു സ്വതന്ത്രനുമുണ്ട്. ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് 18 BJP കൗൺസിലർമാരുടെയും പിന്തുണ തങ്ങൾക്ക് തന്നെയാണ്. അതായത് നേരത്തെ 3 പേർ വിമത സ്വരം ഉയർത്തിയിരുന്നു. ആ 3 പേരുടെ പിന്തുണ കൂടി BJP നേതൃത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ LDFിൽ നിന്നും UDFിൽ നിന്നും ചില അംഗങ്ങളുടെ പിന്തുണ കൂടി ലഭിക്കും എന്നാണ് BJP ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു സ്വതന്ത്രന്റെ കൂടി പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്നും BJP ജില്ലാ നേതൃത്വം പറയുന്നു. 17 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ നഗരസഭാ അധ്യക്ഷനും ഒപ്പം തന്നെ നഗരസഭാ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കും BJPക്ക് എത്താൻ സാധിക്കും. തലയെണ്ണി തന്നെയാണോ BJP കൊണ്ടുവന്നിരിക്കുന്നത്? 18 പേരെയും അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? BJP ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നത്, സംസ്ഥാനത്ത് തന്നെ നമുക്കറിയാം 2 നഗരസഭകളിൽ മാത്രമാണ് BJPക്ക് ഭരണമുള്ളത്. അതിലൊന്നാണ് പന്തളം നഗരസഭ. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം BJP പന്തളത്ത് നഗരസഭയിൽ അധികാരത്തിലേറുന്നു. പിന്നീട് ചില വിമത സ്വരങ്ങൾ ഉയരുന്നു. അതിനുശേഷം നിലവിലെ
നഗരസഭാ അധ്യക്ഷനും ഒപ്പം തന്നെ വൈസ് ചെയർമാനും രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വന്നതിൻ്റെ അത് എടുക്കുന്നതിൻ്റെ തലേദിവസമാണ് നിലവിലെ അധ്യക്ഷനും ഒപ്പം തന്നെ ഉപാധ്യക്ഷനും രാജിവെച്ചത്. അത് തീർച്ചയായിട്ടും അവിശ്വാസ പ്രമേയം നടക്കുകയാണെങ്കിൽ അത് KV പ്രഭയുടെ പിന്തുണ കൂടി LDFന് വരും എന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. KV പ്രഭ BJP ടിക്കറ്റിൽ ജയിച്ച കൗൺസിലർ കൂടിയാണ്. ഏതായാലും ഇപ്പോൾ ട്രാവലറിൽ തന്നെ പന്തളം നഗരസഭാ കാര്യാലയത്തിലേക്ക് BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജിന്റെ സാന്നിധ്യത്തിൽ തന്നെ ആ ട്രാവലറിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെട്ട ഒരു സംഘം തന്നെ ഇപ്പോൾ പന്തളം നഗരസഭാ കാര്യാലയത്തിലേക്ക് തന്നെ ചെയർമാന്റെയും ഒപ്പം തന്നെ വൈസ് ചെയർമാന്റെയും തെരഞ്ഞെടുപ്പ് നടക്കും. അതെ, അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ KV പ്രഭയുടെ കാര്യം എടുത്താണ് ചോദിച്ചത്. പക്ഷേ KV പ്രഭ ആ സംഘത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് നേരിട്ട് കണ്ടില്ല. പക്ഷേ 18 പേരുടെയും പിന്തുണ KV പ്രഭ ഉണ്ട്. ആ ട്രാവലറിൽ KV പ്രഭ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ 18 പേരുടെയും പിന്തുണയുണ്ട്. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നഗരസഭയിലെ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.